സഫലയാത്ര 11-ാം ഇടം ആണിപ്പഴുതുകൾ. 11-ാം ഇടത്ത് നാം കാണുന്നു യേശുനാഥൻ്റെ കൈകാലുകളിലേക്ക് ആണികൾ തറയ്ക്കുന്നു. കുരിശിലേക്ക് അവൻ്റെ കരങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ അത് വഴുതി പോകുമ്പോൾ പിടിച്ചു വെച്ച് ആണികൾ കൊണ്ട് തറച്ച് ചേർത്ത് നിർത്തുന്നു. ഈ കാഴ്ച അതിഭീകരമാണ്. കാണുന്നവരൊക്കെ കരഞ്ഞു പോകുന്ന കാഴ്ച. പക്ഷേ ഇത് ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. എന്തെന്നാൽ ആദിമാതാപിതാക്കൾ പാപം ചെയ്യുവാനായി കരങ്ങൾ നീട്ടി കനി പറിക്കാനായി ഒരുങ്ങുമ്പോൾ ആ കനി പറിക്കുവാനായി നീട്ടിയ കരങ്ങൾ ഇവിടെ ആണിപ്പഴുതുകളിലേക്ക് അവർ വലിച്ചു നീട്ടുന്നു. ശാപമോക്ഷം കരങ്ങൾക്ക്. അവർ ദൈവത്തിൽ നിന്ന് ഓടിയകന്ന് മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കാൻ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഉപയോഗിച്ച കാലുകൾ, ആ കാലുകളുടെ ശാപത്തെ ഇവിടെ ഇതാ കാലുകൾ ഈ മരത്തോട് ചേർത്ത് തറയ്ക്കപ്പെടുന്നു. കനി, മരം, കൈകൾ, കാലുകൾ ഇതൊക്കെ ഒരനുഗ്രഹത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് ആണികളാൽ 3 ആണികളാൽ തറയ്ക്കപ്പെടുന്നു. ഇതാണ് ശാപമോക്ഷത്തിൻ്റെ കഥ. അങ്ങനെയെങ്കിൽ ഈ 3 ആണികൾക്കപ്പുറം ദൈവത്തിൻ്റെ 4-ാമത്തെ ഒരു ആണി ഈ കുരിശിനോട് അവനെ ചേർത്ത് നിർത്തുന്നുണ്ട്. വേദനകളുടെ പാരമ്യത്തിൽ ആ 4-ാമത്തെ ആണി പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹപൂർവമായ ആലിംഗനമാണ്. അവൻ നിലവിളിച്ച് കരയുന്നത് തൻ്റെ ദൈവത്തെ, തൻ്റെ പിതാവായ ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ അവിടുന്ന് 4-ാമത്തെ ആണി കൊണ്ട് അവനെ ചുറ്റി പിടിക്കുന്നു. ഈ 4-ാമത്തെ ആണി ദൈവസ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ആണിയാണ്. ഈ ആണി കൊണ്ടാണ് അവൻ കുരിശോട് ചേർത്ത് തറയ്ക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ നിലവിളിക്കപ്പുറം ഇത് ശാപമോക്ഷത്തിൻ്റെ ഒരു കാഹളമായി മാറുന്നത്. ഈ ആണിപ്പഴുതുകളിലേക്ക് വലിച്ചു നീട്ടപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവനൊരു ഉപമയും കൂടി പറഞ്ഞിട്ടുണ്ട്. തിരിച്ചുവരവുകൾ നടത്തുന്ന ധൂർത്തനായ പുത്രൻ അവൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ കരങ്ങളിലേക്ക് മോതിരമിടാൻ പറയുമ്പോൾ ആ മോതിരമിടാനുള്ള അവകാശത്തിൻ്റെ, പുത്രാവകാശത്തിൻ്റെ മോതിരമിടുമ്പോൾ തറയ്ക്കപ്പെട്ടത് ഇവൻ്റെ കരങ്ങളാണ്. അവൻ്റെ കാലുകളിൽ പുതിയ പാതുകമിടാൻ പറയുന്നു. ആ പുതിയ പാതുകം, വചനത്തിൻ്റെ പാതുകം അതിടാൻ പറയുമ്പോൾ അവൻ്റെ കാലുകൾ തറയ്ക്കപ്പെടുന്നു. തിരിച്ചുവരവുകൾ നടത്തുന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ 3 ആണികളിൽ തറച്ചിടുന്നു. 4-ാമത്തെ ആണിയായി പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവനെ കുരിശോട് ചേർത്ത് നിർത്തുന്നു. ഇത് വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമല്ലേ? യാത്രയുടെ സബലീകരണമല്ലേ? രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് നാം എത്തിച്ചേരുന്ന ഇടമല്ലേ ഇത്?